നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് റയോൺ ഫാബ്രിക്സ് ആണിത്. ഇത് മൂന്നും സെയിം ഫാബ്രിക് ആണെങ്കിൽ ഇതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഫോയിൽ പ്രിന്റ് വരുന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ സ്പാർക്കിൾസ് ആണ് ഫുൾ ഫാബ്രിക്കിൽ വരുന്നത്. ഒരു ഗ്ലിറ്ററിംഗ് പോലെ ഫീൽ ചെയ്യും. ഈ രണ്ട് ഫാബ്രിക്കിലും അതുപോലെ സ്പാർക്കിൾസ് ആണ് വരുന്നത്. പക്ഷെ ഇതിൽ വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് ആണെങ്കിലും സെയിം വർക്ക് ആണെങ്കിലും ഇതിൽ വന്നിരിക്കുന്നത് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പാച്ച് വർക്ക് പോലെ തോന്നിക്കുന്ന പാറ്റേൺസ് ആണിത്. ഇതിൽ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഇതിൽ എന്ത് കോംബ് ചെയ്തിട്ട് ഇതിന് സോളിഡ് ആയിട്ടുള്ള വല്ല റയോൺ ഫാബ്രിക് വെച്ചിട്ടും വല്ല ഔട്ട്ഫിറ്റും ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ജോർജറ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഫാബ്രിക് വെച്ചിട്ടും നമുക്ക് ഇതിന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിന്ന് ഇതിലൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ബ്ലൂ കളർ ഫാബ്രിക് ആണ്. അപ്പൊ ഈ ബ്ലൂ കളർ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് എടുക്കാം അതിന് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആലിയ കട്ട് ചെയ്യാം. നമുക്ക് ഈ യോക്ക് പോർഷനിലും സ്ലീവിനും ഫുൾ ആയിട്ട് ഈ ഒരു ഫാബ്രിക് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഫാബ്രിക് വെച്ച് ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ് ഇതാണ്. ആലിയ കട്ടാണ് നമ്മൾ ചെയ്തത്. സ്ലീവിലും യോക്കിലും ഫുൾ ഈ ഫാബ്രിക് വെച്ചാണ് ചെയ്തത്. ഇങ്ങനെ കോംബ് ചെയ്യാതല്ലാതെ നമുക്ക് ഫുൾ ആയിട്ട് ഈ ഫാബ്രിക് കൊടുത്തിട്ടും ചെയ്യാം. പാനൽ കട്ട്, അംബ്രല്ല കട്ട്, സ്കർട്ട് ഒക്കെ ചെയ്താൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡ്രസ് ലുക്ക് കിട്ടാമെന്നാണ് നമുക്ക്.